ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ, നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളെ, നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഓരോ മനുഷ്യനും മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ഒരു പ്രത്യേക വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് വരണമെന്ന്. പക്ഷേ ഇവിടെ ഒരു വലിയ തെറ്റാണ് പലരും ചെയ്യുന്നത്. അവർ ആ വ്യക്തിയെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അവർ നിരന്തരം സന്ദേശങ്ങൾ അയക്കും, നിരന്തരം ശ്രദ്ധ നേടാൻ അവർ അവരുടെ സ്വന്തം വില പോലും മറക്കും. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? സ്നേഹം ഒരിക്കലും പിന്തുടരുമ്പോൾ ലഭിക്കുന്നതല്ല. സ്നേഹം ആകർഷിക്കേണ്ടതാണ്. എന്താണ് ആകർഷണം? ആകർഷണം എന്നത് ഒരാളെ ബലമായി സ്വന്തമാക്കുന്നതല്ല. നിങ്ങളുടെ വ്യക്തിത്വം, ആത്മവിശ്വാസം, ജീവിതത്തിന്റെ ഗുണമേന്മ ഇവയിലൂടെ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് സ്വാഭാവികമായി വരുവാൻ അനുവദിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മുറിയിൽ ചില ആളുകൾ വന്നാൽ എല്ലാവരും അവർ ശ്രദ്ധിക്കും. അവർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല, അവർക്കൊരു എനർജി ഉണ്ട്. അതാണ് അവരുടെ ആകർഷണം. മനുഷ്യ മനസ്സ് സ്വാഭാവികമായി ചില ഗുണങ്ങളുള്ള ആളുകളെ ആകർഷിക്കുന്നു. ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ആത്മവിശ്വാസം, വ്യക്തമായ ലക്ഷ്യം, ശാന്തമായ മനസ്സ്, സ്വന്തം ജീവിതത്തിൽ സന്തോഷം. ഇവയുള്ള ആളുകളെ മറ്റുള്ളവർ സ്വാഭാവികമായി ആകർഷിക്കും. പക്ഷേ നിരന്തരം ആളുകളുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർ പലപ്പോഴും ഒഴിവാക്കപ്പെടുകയുള്ളൂ. നമുക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആകർഷണീയമായ വ്യക്തിയാവുക എന്നുള്ളത് നോക്കാം. ഒരാളെ ആകർഷിക്കാനുള്ള ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സ്വയം വിലമതിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വിലമതിക്കും? സ്വയം നിങ്ങൾ ബഹുമാനിക്കാറുണ്ടോ? നിങ്ങളുടെ പരിധികളെ സംരക്ഷിക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താറുണ്ടോ? ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ആരും ഉപേക്ഷിക്കില്ല. അവർ തിരഞ്ഞെടുക്കപ്പെടും. ആത്മവിശ്വാസം ആകർഷണത്തിന്റെ അത്യന്താപേക്ഷികമായ ഭാഗമാണ്. ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തി ഒരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായി ശ്രദ്ധിക്കും. ആത്മവിശ്വാസം എന്നത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നതല്ല, നിങ്ങളിൽ തന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. നിങ്ങൾ ആരാണോ അതുപോലെ തന്നെ ജീവിക്കുന്നതാണ്. പലപ്പോഴും ആളുകൾ ഒരു വ്യക്തിയെ മാത്രം ശ്രദ്ധിക്കും. അതൊരു വലിയ തെറ്റാണ്. നിങ്ങളുടെ ജീവിതം ഒരു വ്യക്തിയെ ചുറ്റി മാത്രം തിരിയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായത് ലക്ഷ്യങ്ങൾ, ആരോഗ്യം, പഠനം, വളർച്ച എന്നിവയാണ്. ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തി വളരെ ആകർഷണമാണ്. നിങ്ങൾ നിരാശയോടെ ഒരാളെ ആകർഷിക്കുവാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകും. പക്ഷേ നിങ്ങൾ ശാന്തമായും സ്ഥിരതയോടെയും ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാന്തത്തിന്റെ ഊർജമുണ്ടാകും. ആളുകൾ സ്വാഭാവികമായി നിങ്ങളെ ബഹുമാനിക്കും. പല ആളുകളും ബന്ധം നേടുവാൻ വേണ്ടി തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറക്കും. അവർ മറ്റൊരാളായി അഭിനയിക്കും. പക്ഷേ അതൊരിക്കലും ദീർഘകാലം നിലനിൽക്കുകയില്ല. നിങ്ങൾ ആരാണോ അതുപോലെ തന്നെ ഇരിക്കുക. ശരിയായ ആളുകൾ നിങ്ങളെ അതുപോലെ സ്വീകരിക്കും. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമമാണ്. നിങ്ങൾ മെച്ചപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളും മെച്ചപ്പെടും. അതിനുവേണ്ടി നിങ്ങളുടെ ചിന്തകൾ, സംസാര ശൈലി, ആത്മവിശ്വാസം, ആരോഗ്യം ഇവയെല്ലാം നിങ്ങൾ വളർത്തുക. ഇതെല്ലാം നിങ്ങൾ മെച്ചപ്പെടുത്തുക. നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവും മാറും. നിങ്ങൾ ശരിയായ ആളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി നിങ്ങളെ തന്നെ ശരിയായ വ്യക്തിയായി മാറ്റണം. ആരോഗ്യകരമായ മനസ്സ്, ആരോഗ്യകരമായ ബന്ധം ആകർഷിക്കും. ആത്മവിശ്വാസമുള്ള വ്യക്തി, ആത്മവിശ്വാസമുള്ള പങ്കാളിയെ ആകർഷിക്കും. ആകർഷണം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുമ്പോൾ ശരിയായ ആളുകൾ സ്വാഭാവികമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ ആരെയും പിന്തുടരേണ്ട ആവശ്യം വരികയില്ല. ജീവിതത്തിൽ നമ്മൾ നൽകുന്ന ഊർജം നമ്മൾ തന്നെ തിരിച്ചു പിടിക്കും. നമ്മൾ പോസിറ്റിവിറ്റി നൽകുമ്പോൾ നമ്മൾക്കും പോസിറ്റിവിറ്റി തിരികെ ലഭിക്കും. നിങ്ങൾ വളർച്ചയിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ വളർച്ചയുള്ള ആളുകൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി നിങ്ങളെ നിർമ്മിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുക, ജീവിതം മെച്ചപ്പെടുത്തുക, ചിന്തകൾ ശുദ്ധമാക്കുക. ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി വരും. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. നിങ്ങൾ ആരെയും പിന്തുടരുകയില്ല. നിങ്ങൾ തന്നെ മെച്ചപ്പെടുത്തും. നിങ്ങൾ ശരിയായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കും. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ ആളുകളെ ആകർഷിക്കുവാൻ തയ്യാറാണെങ്കിൽ കമന്റിൽ പറയൂ, ഞാൻ ശരിയായ ആളുകളെ ആകർഷിക്കുന്നു. അപ്പോൾ ശരി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.